എന്തേ ഈ പാതിരാത്രിയില്? എന്ത് പറ്റി? വാ, അകത്തേക്ക് വാ. ഇരിക്ക്. എന്തത്? വിഗ്രഹം. ഇത് നമ്മുടെ അമ്പലത്തിലെ കൃഷ്ണവിഗ്രഹമല്ലേ? താൻ എന്ത് പണിയാ കാണിച്ച അപ്പുകുട്ട? എടോ, താൻ ശ്രീകോവില് കുത്തി തുറക്കുന്ന ആരെങ്കിലും കണ്ടോ? എന്ത് പണിയാ കാണിച്ച എന്റെ അപ്പുകുട്ട? പ്രശ്നം വേണ്ടി അച്ഛനെ രക്ഷിക്കണം. അതിനെനിക്ക് പണം വേണം മുതലാളി. തന്റെ അച്ഛനെ ചികിത്സിക്കാൻ എത്ര രൂപ വേണ്ടി വരും? ഒരു 4-5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. 4-5 ലക്ഷം രൂപ ഒന്നും ഇതിന് കിട്ടില്ല. കൂടി വന്നാൽ പുരാവസ്ഥ ആയതുകൊണ്ട് ഒരു 50,000 രൂപ കിട്ടും. പിന്നെ തന്റെ അച്ഛന്റെ കാര്യമായതുകൊണ്ട് ഒരു 1 ലക്ഷം രൂപ തികച്ചു തരാം. ഞാനിത് തരില്ല മുതലാളി. ഞാനിത് മറ്റാർക്കെങ്കിലും വിറ്റോളാം. 1 ലക്ഷം കൊണ്ട് ഒന്നിനും ആവില്ല മുതലാളി. എടാ അപ്പുകുട്ട, വേണ്ട മുതലാളി. ഞാൻ പറയുന്നത് ഉറക്കം പോയത് വെറുതെ. അപ്പുകുട്ട, എടാ മോനെ, ഇത് ഞാനാ SS നായര്. നീ വാതിൽ തുറക്കടാ. ഇതില് 2 ലക്ഷം രൂപയുണ്ട്. നീ ആ വിഗ്രഹം കൊടുത്ത് എന്തെങ്കിലും ആവട്ടെ. 2 ലക്ഷം മതിയാവില്ല മുതലാളി. ഞാൻ പറഞ്ഞില്ലേ 5 ലക്ഷം വേണമെന്ന്. എങ്കിലും അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞാ നീ അനുസരിക്കില്ല അല്ലേ? ഞാൻ പോലീസിൽ അപ്പോ നീ അത് ചെയ്യരുതായിരുന്നു. ആരെങ്കിലും അറിഞ്ഞാ? എടാ, നിനക്ക് IAS സെലക്ഷൻ കിട്ടിയിരിക്കുവല്ലേ, അതെങ്കിലും ഓർക്കണ്ടായിരുന്നു. ഇല്ല, ഒന്നും ഞാൻ ഓർത്തില്ല. ഒരു ആയുസ് മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച എന്റെ അച്ഛനെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. അതിന് ഈ ജോലിയും സ്ഥാനവും മാനവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്തായാലും നീ ആ വിഗ്രഹം വിറ്റില്ലല്ലോ, അതന്നെ വലിയ ആശ്വാസം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം, പെട്ടെന്ന് വേണം.